സ്കൂളിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു ദിവസം എനിക്ക് കുറച്ച് പൂക്കൾ കൊണ്ടുവന്ന് തന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, താങ്ക് യു പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മിസ് മണാലിയെയും മിസ് ബിയെയും കണ്ടു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അവർക്കും കൂടി ഈ പൂക്കൾ പങ്കുവയ്ക്കാമെന്ന്. ഞാൻ മിസ് മണാലിക്ക് കുറച്ച് പൂക്കൾ കൊടുത്തു. മിസ് മണാലി പറഞ്ഞു, എന്തിനാ, സുനിതയ്ക്ക് കിട്ടിയതല്ലേ, ഇത് കൊണ്ടുപോകുക എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് സന്തോഷമാണ്, പക്ഷെ നിങ്ങൾക്ക് കൂടി ഇത് പങ്കുവയ്ക്കുമ്പോൾ കൂടുതൽ സന്തോഷമാണ്. മാത്രമല്ല, ഒരു വീട്ടിലേക്ക് ഈ പൂക്കൾ പോകുന്നതിനേക്കാൾ 3 വീട്ടിലേക്ക് പോകുന്നത് അത് കൂടുതൽ സന്തോഷമല്ലേ എന്നും. സന്തോഷത്തോടെ അവർ അത് സ്വീകരിച്ചു. അതുപോലെ തന്നെ പൂക്കൾ മിസ് ബിക്കും കൊടുത്തു. അവർ ആ പൂക്കൾ സ്വീകരിച്ചതും അവരുടെ മുഖത്തുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഓ റിയലി താങ്ക് യു സോ മച്ച് എന്ന് അവരുടെ ആ മുഖത്തുള്ള സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഞാനും മിസ് മണാലിയും അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. കാരണം എന്താണെങ്കിൽ, ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മുടെ മടിയിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ കിട്ടുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷമായിരിക്കും. അങ്ങനെയായിരുന്നു മിസ് ബിക്ക് തൻ്റെ കയ്യിൽ പൂക്കൾ ഉണ്ടായിരുന്നപ്പോഴുള്ള ആ ഒരു ഫീലിങ്. ആ പൂക്കളെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെയായിരുന്നു ആ സംസാരം. പൂക്കളോട് സംസാരിക്കുക, പൂക്കളെ ചുംബിക്കുന്നു. ഞാനും മണാലിയും അത്ഭുതത്തോടെ നോക്കി. അത് കണ്ടപ്പോൾ എൻ്റെ സന്തോഷം അങ്ങനെ ഇരട്ടിക്കുകയാണ് ചെയ്തത്. കാരണം ഞാനത് വീട്ടിൽ കൊണ്ടുവന്നാൽ എനിക്ക് സന്തോഷം കിട്ടും. വൈകുന്നേരം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ആ പൂക്കൾ ചിലപ്പോൾ വാടിപ്പോവും. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ വാടാതെ നിൽക്കുന്നൊരു ഓർമ്മയുണ്ട്. ആ മിസ് ബിയുടെ ആ ഒരു ചിരി, സന്തോഷം, ആ ഒരു വലിയ മെസ്സേജ്. ഹാപ്പിനെസ് ഈസ് എൻജോയിങ് ദ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ്. സന്തോഷം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിലും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.